ഇന്നത്തെ കാലത്ത് പലരും കല്യാണം കഴിക്കാൻ പോലും മടിക്കുന്നതിൻ്റെ പ്രധാന കാരണം കല്യാണത്തിന് ശേഷം അവർക്ക് സ്വാതന്ത്ര്യം നഷ്ടമാകുമോ എന്ന ഭയമാണ്. എന്താണ് മൈ മണി? മൈ മണി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കല്യാണത്തിന് ശേഷം രണ്ടുപേർക്കും ഉണ്ടായിരിക്കേണ്ട ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്. പണം ആവശ്യത്തിന് ചെലവഴിക്കുമ്പോൾ കുറ്റബോധമോ പെർമിഷനോ ആവശ്യമില്ല എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിൻ്റെ ഗുണം. ഇത് പണത്തിൻ്റെ പേരിലുള്ള ഫൈറ്റുകളെ കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ ഇതൊരിക്കലും റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു ടൂളായിട്ട് മാറും. ഇനി എന്താണ് മൈ സ്പേസ്? രണ്ടു പേർക്കും അവരവരുടേതായ പേഴ്സണൽ ടൈം, പേഴ്സണൽ പ്രൈവസി, പേഴ്സണൽ ബൗണ്ടറീസ്. ഇത് അവരുടെ കരിയറിനും ഹോബീസിനും ഫ്രണ്ട്സിനും നിലനിർത്താനൊക്കെ സഹായിക്കുന്നു. ഇത്തരം സ്പേസുകളിലൂടെ ഇമോഷണലി ഉണ്ടാവാറുള്ള സഫോക്കേഷൻ അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ ഒഴിവാക്കാൻ സഹായിക്കും. എന്നാൽ മൈ സ്പേസ് എന്ന് പറയുന്നത് ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ ഒഴിവാക്കാനുള്ള മാർഗമായിട്ട് മാറരുത്. ഇനി എങ്ങനെ മൈ മണി മൈ സ്പേസ് നിലനിർത്താമെന്ന് നോക്കാം. 4 കാര്യങ്ങൾ. ഒന്നാമത്തത്, രണ്ടുപേർക്കും സെപ്പറേറ്റ് പേഴ്സണൽ അക്കൗണ്ട്. രണ്ടാമത്തത്, രണ്ടുപേർക്കും ഒരു ജോയിൻ്റ് അക്കൗണ്ട് ഫാമിലി എക്സ്പെൻസുകൾക്കായിട്ട്. മൂന്നാമത്തത്, പരസ്പരം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക, സീക്രസി ഒഴിവാക്കുക. നാലാമത്തത്, പേഴ്സണൽ സ്പേസിന് ടൈം കൊടുക്കുമ്പോഴും ഇമോഷണൽ ഡിസ്റ്റൻസ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. ഓർക്കുക, മാരേജ് എന്ന് പറയുന്നത് പാർട്ണർഷിപ്പാണ്, ഓണർഷിപ്പ് അല്ല.